എല്ലാവർക്കും നമസ്കാരം. സുധീസ് ക്ലാസ്സസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സേഷൻ അഥവാ GSTയിലെ ലെവി ആൻഡ് കളക്ഷൻ ഓഫ് CGST ആൻഡ് IGST എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സപ്ലൈനെ കുറിച്ചാണ്. എന്താണ് സപ്ലൈ, വാട്ട് ഈസ് സപ്ലൈ എന്നുള്ളൊരു ക്വസ്റ്റ്യന് ആൻസർ ആയിരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ മുഴുവൻ കാണുന്നതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് സപ്ലൈ എന്നുള്ളത് മുഴുവനായിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ടിരിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ എന്താണ് സപ്ലൈ എന്ന് നോക്കാൻ പോവുകയാണ്. ഞാനിത് എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ഏരിയയിലാണ്. ഹാൻഡ് റൈറ്റിംഗ് വലിയ വൃത്തിയൊന്നുമില്ല. നിങ്ങളെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ 2022 സിലബസ് പ്രകാരമുള്ള ടെക്സ്റ്റ് ബുക്കിൽ ഇതേ ഡെഫിനേഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും വായിച്ചാൽ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ജസ്റ്റ് റെഫർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് സപ്ലൈ, ഹെഡിങ് സപ്ലൈ എന്നുള്ളതാണ്. സപ്ലൈ ഏത് സെക്ഷനിലാണ് പറയുന്നത്? സെക്ഷൻ 7 സബ്സെക്ഷൻ 1 സപ്ലൈയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. GST സംബന്ധിച്ച് സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 7 സബ്സെക്ഷൻ 1 പ്രകാരമാണ് എന്ത് ഡിഫൈൻ ചെയ്യുന്നത്? സപ്ലൈനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, സപ്ലൈനെ കുറിച്ച് എന്താണ് പറയുന്നത്? സപ്ലൈനെ കുറിച്ച് 3 പോയിൻ്റായിട്ട് പറയുന്നുണ്ട്. ABC എന്ന് പറയുന്നത് നിങ്ങൾ 3 കാണുന്നുണ്ടോ? 3 പോയിൻ്റായി കൊടുത്തിട്ട് കാണുന്നുണ്ടോ? അപ്പോൾ ഇത് 3 എന്താണ് സപ്ലൈ എന്നതിന് പറയുന്നത്, അല്ലെങ്കിൽ നിർവചിക്കുന്നത്, ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം ഒന്നാമത്തെ പോയിൻറ്റിലേക്ക് കിടക്കുകയാണ്. സപ്ലൈ സെക്ഷൻ 7 സബ്സെക്ഷൻ 1 എന്ന് പറയുന്ന ഇതിലേക്ക് കിടക്കുകയാണ്. അതിൽ നോക്കാം. ഓൾ ഫോംസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് സച്ച് ആസ് സെയിൽ, ട്രാൻസ്ഫർ, ബാർട്ടർ, എക്സ്ചേഞ്ച്, ലൈസൻസ്, റെൻ്റൽ, ലീസ് ഓർ ഡിസ്പോസൽ made or agreed to be made for a consideration by a person in the course of or furtherance of business എന്നുള്ളതാണ് ഫസ്റ്റത്തെ പോയിൻ്റ് എന്ന് പറയും. വായിച്ചപ്പോൾ എന്തെങ്കിലും മനസ്സിലായോ? ഇല്ലെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം അല്ലേ? നോക്കാം. ഓൾ ഫോംസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓൾ ഫോം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സപ്ലൈ എന്ന് പറയുന്നത് എന്താ? നമുക്ക് പഠിക്കാം. സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പെടും അത് നമുക്ക് നോക്കാം. അതായത് സപ്ലൈ ചെയ്യുന്നത് ഇവിടെ എന്താണ്? അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. എന്താണ് സപ്ലൈ ചെയ്യുന്നത്? സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഗുഡ്സ് ആവാം, അല്ലെങ്കിൽ എന്താവാം, സർവീസസ് ആവാം. എന്താണ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ? ഗുഡ്സ് പറഞ്ഞാൽ എന്താവാം? എനി ഫോം ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. അതൊക്കെ എന്താണ്? ഗുഡ്സാണ് അല്ലേ? ഇപ്പം ഞാനിപ്പോൾ കടയിൽ നിന്ന് കുറച്ച് പച്ചക്കറി വാങ്ങി, അതെന്താ? ഗുഡ്സാണ്. ഞാൻ ഒരു കാറ് വാങ്ങി, അതെന്താ? ഗുഡ്സാണ്. അതൊക്കെ നമുക്ക് ഗുഡ്സിൽ പെടുത്താം. ഇനി സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും സർവീസസ്? ഇപ്പോൾ നോക്കൂ, നമ്മളിപ്പോൾ ഒരു എൻജിനീയർ നമുക്കൊരു പ്ലാൻ വരച്ചു തരാം. നമ്മുടെ ഒരു വീടിന് വേണ്ടി ഒരു പ്ലാൻ വരയ്ക്കുന്നു. അപ്പോൾ അതെന്താണ്? അത് സർവീസാണ് അല്ലേ? ഡോക്ടർ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡോക്ടർ നമ്മൾ പോയി കഴിഞ്ഞാൽ മരുന്ന് എഴുതി തരുന്നു, നമ്മൾ ചികിത്സിക്കുന്നു. അതെന്താണ്? അതൊരു ഫോം ഓഫ് സർവീസാണ്. ഡോക്ടർ കൊടുക്കുന്നത് എന്താ? സർവീസസ് ആണ് അല്ലേ? അതേപോലെ ടീച്ചർ, ഒരു സ്കൂളിൽ ടീച്ചർ തൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്നു, അതെന്താണ്? സർവീസാണ്. അപ്പോൾ ഗുഡ്സ് എന്താ, സർവീസ് എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഗുഡ്സ് ആൻഡ് സർവീസസ്, അപ്പോൾ സപ്ലൈ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്താണ്? സപ്ലൈ ആണ് പറയുന്നത്. എങ്ങനെയാണ് സപ്ലൈ ആവുന്നത് അത് നോക്കുക. കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അവിടെ. എന്താ? സെയിൽ എന്ന് പറയുന്നുണ്ട്, ട്രാൻസ്ഫർ പറയുന്നുണ്ട്, ബാർട്ടർ, എക്സ്ചേഞ്ച്, ലൈസൻസ്, റെൻ്റൽ, ലീസ് ഓർ ഡിസ്പോസൽ പറയുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്ന് അറിയണ്ടേ? കുറേയൊക്കെ നിങ്ങൾക്ക് കേട്ട് പരിചയം ഉണ്ടാവും. നമുക്കിതൊക്കെ എന്താണെന്ന് നോക്കാം അല്ലേ? ഫസ്റ്റ് നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇത് തന്നെയാണ്, പേജ് തന്നെയാണ്. അതിലേക്ക് നോക്കാം. അതിൽ നോക്കൂ, സെയിൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിളിലൂടെ കിടക്കാം. ഓക്കെ, ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. ഞാൻ പറയാണ്, ഇപ്പോൾ എക്സാമ്പിൾ ഇതാണ്. എൻ്റെ കയ്യിലൊരു ഇന്നോവ കാറുണ്ട്. ഇന്നോവയുടെ ഒരു കാറുണ്ട്, ടൊയോട്ടയുടെ ഇന്നോവ കാറുണ്ട്. ഞാൻ അത് വേറൊരാൾക്ക്, ഇപ്പോൾ മനോജ് പറഞ്ഞൊരാൾക്ക് 10 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നു. മനസ്സിലായോ? എക്സാമ്പിൾ ഇതാണ്. എൻ്റെ കയ്യിലൊരു ഇന്നോവ കാറുണ്ട്. ആ ഇന്നോവ കാർ എനിക്ക് പൈസയ്ക്ക് കുറച്ച് അത്യാവശ്യം വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു?
പൈസയ്ക്ക് കുറച്ച് ടൈറ്റ് വന്ന സമയത്ത് ഞാൻ ആ കാറ് 10 ലക്ഷം രൂപയ്ക്ക് മനോജ് വന്ന പറയുന്ന ആൾക്ക് വിറ്റു. ഓക്കെ, അങ്ങനെ വിറ്റുവെങ്കിൽ അതിനെന്ത് പറയും? സെയിൽ എന്ന് പറയും അല്ലേ? എങ്ങനെയാണ് സെയിൽ എന്ന് പറയുക? ഞാൻ എൻ്റെ കാർ എന്ത് ചെയ്തു? മനോജിന് വിൽക്കുമ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? എൻ്റെ റൈറ്റ്, ഞാൻ അവന് 10 ലക്ഷം രൂപയ്ക്ക് അത് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ കാറ് പോയിട്ട് അവൻ്റെ അടുത്ത് മേടിച്ചിട്ട് ഓടിക്കാനോ എന്തിനേയും പറ്റുമോ? ഇല്ല. എൻ്റെ ആ കാർ യൂസ് ചെയ്യാനുള്ള അവകാശവും ഞാൻ അവനെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ അവിടെ ഒരു പേയ്മെൻറ്റ്, അതായത് കൺസിഡറേഷനും മേടിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ എൻ്റെ പേരിലുള്ള RC ബുക്ക്, ആ വണ്ടിയിലെ RC ബുക്ക് കാര്യങ്ങളെല്ലാം ഞാൻ ഇൻഷുറൻസൊക്കെ പേപ്പറൊക്കെ ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യാണ്, മനോജിന് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? സെയിൽ എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് മനസ്സിലാക്കുക, സെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കയ്യിലുള്ളൊരു ഗുഡ്സ് സർവീസസ് ആയിക്കോട്ടെ, അത് നമ്മൾ മറ്റൊരാൾക്ക് വിൽക്കുന്നു. അവിടെ എന്തുകൂടി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്? ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? വിത്ത് കൺസിഡറേഷൻ എന്ന കൺസിഡറേഷനിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനെ സെയിൽ എന്ന് പറയുന്നു. സിമ്പിൾ എക്സാമ്പിൾ ഇതാണ്. എൻ്റെ കയ്യിലുള്ള കാറ്, ഇന്നോവ കാറ്, ഞാൻ ആർക്ക് വിറ്റു? 10 ലക്ഷം രൂപയ്ക്ക് മനോജിന് വിറ്റു. അതെന്താണ്? സെയിലാണ്. ഓക്കെ, നമ്മളതിൻ്റെ ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എക്സാമ്പിൾ ബേസിൽ പറയുന്നത് കേട്ടോ. രണ്ടാമത്തെ നോക്കുക, ട്രാൻസ്ഫർ. എന്താണ് ട്രാൻസ്ഫർ? ട്രാൻസ്ഫർ പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. ഇപ്പോൾ നോക്കുക, എൻ്റെ കയ്യിൽ ഉള്ള ഇന്നോവ കാറ്, എൻ്റെ ഒരു കാറുണ്ട്, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കയ്യിൽ ഇന്നോവ കാറുണ്ട്. ആ കാർ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ കസിന് ഞാൻ ട്രാൻസ്ഫർ ചെയ്തു, കസിന് കൊടുത്തു. വിൽക്കല്ല, അവന് ഒരു പേയ്മെൻറ്റ് അവൻ്റെ അടുത്ത് നിന്ന് മേടിച്ചിട്ട്, വിൽക്കുന്ന ഏകദേശം സെയിൽ പോലെ തന്നെ പേയ്മെൻറ്റ് അവിടെ നിന്ന് മേടിച്ചിട്ട് എൻ്റെ റൈറ്റ്സൊക്കെ അവന് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ സാധാരണ മാർക്കറ്റിൽ 10 ലക്ഷം രൂപയ്ക്കാണ് വിൽക്കുന്നതെങ്കിൽ ഇവിടെ ഞാൻ എന്താ പറയുക 5 ലക്ഷം രൂപയ്ക്ക് അവന് കൊടുത്തു, കസിന് കൊടുത്തു. അവൻ്റെ പേരിലേക്ക് RC ബുക്കും പേപ്പറും കാര്യങ്ങളും ഇൻഷുറൻസൊക്കെ അവൻ്റെ പേരിലാക്കുകയും ചെയ്തു. അപ്പോൾ അതിനെന്താണ്? ട്രാൻസ്ഫർ എന്ന് പറയുന്നു. എന്താണ് ഡെഫിനേഷൻ നോക്കൂ. ട്രാൻസ്ഫർ ഈസ് ടു lawfully convey property from one to another. Consent of transferor and capacity of transferee may not be present, although all other ingredients of lawful contract is involved. എന്താണ്? ലോഫുൾ ആയിരിക്കണം. അവിടെ എല്ലാം ചെയ്യുന്നത് കണ്ട ലോഫുൾ ആയിരിക്കണം, ലോഫുൾ കോൺട്രാക്ട് ബേസ്ഡ് ആയിരിക്കണം. അങ്ങനെയെങ്കിൽ അത് ട്രാൻസ്ഫർ ആവുന്നു. അപ്പോൾ നമ്മൾ സെയിൽ പഠിച്ചു, ട്രാൻസ്ഫറിനും പഠിച്ചു. മനസ്സിലായില്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമുക്ക് അടുത്ത ഇതിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഒന്ന് പഠിച്ചു. സെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എൻ്റെ കാറ് 10 ലക്ഷം രൂപ വരെയുള്ള എൻ്റെ ഇന്നോവ കാർ ഞാൻ 10 ലക്ഷം രൂപയ്ക്ക് മനോജിന് വിറ്റു, അത് സെയിലാവുന്നു. നേരെ മറിച്ച് എൻ്റെ ഇന്നോവ കാർ ഞാൻ എൻ്റെ കസിന് വിറ്റു, 5 ലക്ഷം രൂപയ്ക്ക് വിറ്റു വിചാരിക്കുക, അതെന്താണ്? ട്രാൻസ്ഫർ ആവുന്നു. ഇനി അടുത്തത് എന്താണ്? ബാർട്ടർ. ബാർട്ടർ പറഞ്ഞാൽ എന്താ? നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ഈ മണി, അതായത് ഇപ്പോൾ നോട്ട്സ് കാര്യങ്ങളൊക്കെ കോയിനൊക്കെ വന്നത്. അപ്പോൾ പണ്ടൊക്കെ ഈ ആൾക്കാർ അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? അവൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ പരസ്പരം കൈമാറിയിട്ട് ആവശ്യങ്ങൾ നിറവേറ്റുമായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെയാണ് ബാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ പണ്ട് കാലത്ത് ഇപ്പോൾ ഒരാളുടെ കയ്യിൽ ചിലപ്പോൾ തേങ്ങ ആയിരിക്കും ഉണ്ടാവുക. ആ തേങ്ങ കൊടുത്തിട്ട് ചിലപ്പോൾ മറ്റൊരാളുടെ കയ്യിൽ അരി ഉണ്ടാവും. അപ്പോൾ അവന് അതായിരിക്കും ആവശ്യം. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യണം. അവിടെ എന്താ? പൈസ ഇല്ല, പൈസയ്ക്ക് പകരം എന്താണ്? സാധനങ്ങൾ തമ്മിൽ കൈമാറ്റം ചെയ്യുന്നു. അതാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് നോക്കൂ, എൻ്റെ കയ്യിലൊരു ഇന്നോവ കാറുണ്ട്. കണ്ടോ? നമ്മൾ ഇന്നോവ വിട്ട് കളിയില്ല, ഇന്നോവയുണ്ട്. ആ ഇന്നോവ ഞാൻ ഇപ്പോൾ മനോജിനെ തന്നെ പിടിക്കാം. മനോജിന് വിൽക്കുന്നു. അവൻ്റെ കയ്യിലുള്ള അവൻ്റെ കയ്യിലൊരു ഫോർച്യൂണർ ഉണ്ട്. ആ കാർ ഞാൻ മേടിക്കുന്നു. എന്ത് ചെയ്യുന്നു? എൻ്റെ കയ്യിലുള്ള ഇന്നോവ കാർ ഞാൻ മനോജിന് കൊടുത്തു. മനോജിൻ്റെ കയ്യിലുള്ള ഫോർച്യൂണർ, ടൊയോട്ടയുടെ തന്നെ ഫോർച്യൂണർ കാർ ഞാൻ വാങ്ങിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ്? അവിടെ ഞാൻ പൈസയൊന്നും കൊടുക്കുന്നില്ല, മറിച്ച് എന്താണ്? ഇൻ കൈൻഡാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത്. ഇൻ കൈൻഡ് പറഞ്ഞാൽ എന്താ? മണിയായിട്ട്, പൈസ ആയിട്ടല്ല കൊടുക്കുന്നത്, മറിച്ച് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഒരേ വിലയുള്ള, ഏകദേശം ഒരേ വിലയുള്ള ഐറ്റംസ് ആയിരിക്കാം. ഒരേ വിലയല്ല ഈ കാറിനുള്ളത്, ഞാൻ എക്സാമ്പിൾ വെച്ച് പറയുകയാണ്. അപ്പോൾ ഒരേ കൺസിഡറേഷനുള്ള ഈ രണ്ട് സാധനങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനാണ് എന്ത് പറയുന്നത്? ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ അടുത്തത് എന്താ? എക്സ്ചേഞ്ച് ആണ്. എക്സ്ചേഞ്ച് എന്താണെന്ന് പറഞ്ഞാൽ, എക്സ്ചേഞ്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും പലയിടത്തും. ഈ ഓണൊക്കെ ആവുന്ന സമയത്തൊക്കെ എക്സ്ചേഞ്ച് പറഞ്ഞിട്ടുള്ള ഓഫറുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അല്ലേ? അപ്പോൾ എക്സ്ചേഞ്ച് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇന്നോവ കാറ്, ഇന്നോവയെ തന്നെ കേട്ടോ, ഇന്നോവേനെ വിട്ടിട്ടില്ല. അപ്പോൾ ഇന്നോവ കാറ് ഞാൻ ഷോറൂമിൽ കൊടുത്തു. അതായത് ടൊയോട്ടയുടെ ഷോറൂമിൽ കൊടുത്തിട്ട്
ഫോർച്യൂണർ മേടിച്ചു. അതായത് കുറച്ച് പൈസ അടച്ചിട്ട് പുതിയ ഫോർച്യൂണർ മോഡൽ പുതിയ കാർ മേടിച്ചു. അപ്പോൾ എൻ്റെ പഴയ കാർ കൊടുക്കുന്നുണ്ട്, മറിച്ച് ഞാൻ പുതിയ കാർ വാങ്ങുന്നു. അതിനാണ് എന്താ പറയുക എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കാം. നമുക്കത് GST ബേസിൽ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് കൂടി ഞാൻ എന്ത് ചെയ്യുന്നു, എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എക്സ്ചേഞ്ച് എന്താണെന്ന് മനസ്സിലായി. അടുത്ത് ലൈസൻസ് ആണ്. ലൈസൻസ് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ എൻ്റെ കാറ് ഇപ്പോൾ ലൈസൻസ് പറയുമ്പോൾ ഈ കാറിൻ്റെ എക്സാമിനെക്കാളും കൂടുതൽ നമുക്ക് ഇപ്പോൾ ഈ കേട്ടിട്ടുണ്ടാവും ബാർ ലൈസൻസ് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഈ ബാറൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നതിനൊക്കെ നമ്മൾ എക്സാമ്പിൾ എന്ന രീതിക്ക് എടുക്കുക, വേറൊന്നുമല്ല. ഈ ബാറൊക്കെ നടത്തിക്കൊണ്ട് പോകാൻ ലൈസൻസ് കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈസൻസ് എന്താണ്, അത് നടത്തിക്കൊണ്ട് പോകാൻ ഇത്ര കാലാവധി വരെ നടത്തിക്കൊണ്ട് പോകാനുള്ളൊരു അധികാരമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു അധികാരം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുക, ലൈസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്നോവ കാർ യൂസ് ചെയ്യുന്നതിന് ലൈസൻസ് വേണമെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു ആക്ട് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് അല്ല, ആ കാർ ഉപയോഗിക്കുന്നതിന് ലൈസൻസ് വേണമെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ലൈസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ആലോചിക്കുക, ഈ ലൈസൻസ് ബാർ പോലുള്ള ലൈസൻസുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ലൈസൻസുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെയാണ് എന്ത് പറയുക, ലൈസൻസ് എന്ന് പറയുന്നത്. അവിടെ എന്താണ്, അവിടെ രണ്ട് പാർട്ടീസ് തമ്മിൽ എഗ്രിമെൻറ്റ് വയ്ക്കുന്നു. എഗ്രിമെൻറ്റ് പ്രകാരം ഒരാൾക്ക് മറ്റേ ആളുടെ പ്രോപ്പർട്ടി ഉപയോഗിക്കാനുള്ള അധികാരം കൊടുക്കുന്നു. അതാണ് ലൈസൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അടുത്തെന്താ, റെൻ്റലാണ്. റെൻ്റലൊക്കെ സുഖമായിട്ട് നമുക്ക് മനസ്സിലാവുക. റെൻ്റൽ പറഞ്ഞാൽ എന്താ, വാടകയ്ക്ക് കൊടുക്കുക, അത് തന്നെയാണ് അർത്ഥം വരുന്നുള്ളൂ. അപ്പോൾ റെൻ്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നോവ കാർ, എൻ്റെ ഇന്നോവ കാർ ഞാൻ എന്ത് ചെയ്തു, ദിവസം 2000 രൂപ വാടകയ്ക്ക് ആൾക്കാർക്ക് കൊടുക്കുന്നു, പബ്ലിക്കിന് കൊടുക്കുന്നു. ഓക്കെ, അതാണ് അതിനാണ് എന്ത് പറയുക, റെൻ്റൽ എന്ന് പറയുക. അപ്പോൾ എൻ്റെ കാർ ഞാൻ 2000 രൂപയ്ക്ക് വാടകയ്ക്ക് ആര് വന്നാലും അവർക്ക് കൊടുക്കും. അതിനെയാണ് എന്ത് പറയുക, റെൻറ്റിന് കൊടുക്കുക എന്ന് പറയുക. ഓക്കെ, അടുത്ത് ലീസാണ്. ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുന്നുണ്ടാവുമല്ലോ. ലീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നോവ കാറിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. എൻ്റെ കയ്യിലുള്ള കാറ് ഞാൻ 2 വർഷം ഉപയോഗിച്ചോളാൻ പറഞ്ഞിട്ട് മനോജിന് കൊടുക്കാൻ. മനോജിന് നീ 2 വർഷം അവനോട് കാർ ഉപയോഗിച്ചോ, ഈ കാർ ഉപയോഗിച്ചോ പറഞ്ഞിട്ട് അവന് കൊടുക്കുകയാണ്. ഇപ്പോൾ അവന് ഉപയോഗിക്കുന്നത്, ആ കാർ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ടാക്സി ആയിട്ട് ഓടാൻ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ആവാം. അങ്ങനെയാണെങ്കിൽ കൂടി അവനോട് ഇത്ര നിശ്ചിത കാലയളവിലേക്ക് ആ സാധനം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, ആ കാർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അധികാരം കൊടുക്കുകയാണ്. അതിന് ഞാൻ എന്ത് പറയുക, ലീസ് എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ എന്തുണ്ട്, കൺസിഡറേഷൻ ഉണ്ട്. കൺസിഡറേഷൻ എങ്ങനെയാവാം, ക്യാഷ് ഓർ കൈൻഡ്. ക്യാഷ് ആവാം അല്ലെങ്കിൽ കൈൻഡ് ആവാം അല്ലേ. ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിളൊക്കെ ക്യാഷ് ആയിട്ടാണ്. നമ്മൾ ബാർട്ടറിൻ്റെ കേസ് നോക്കിയപ്പോൾ അതിലെന്തായിരിക്കും, കൈൻഡാണ് അല്ലേ. ബാർട്ടർ എന്ന് പറഞ്ഞാൽ അവിടെ സാധനമില്ല, അല്ല, ക്യാഷായിട്ട് കൊടുക്കുന്നില്ല, മറിച്ച് എന്താണ് ചെയ്യുന്നത്, കൈൻഡായിട്ടാണ്, സാധനങ്ങൾ തമ്മിൽ കൈമാറുകയാണ്. ഓക്കെ, ഇനി അടുത്ത ഡിസ്പോസലാണ്. ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എന്താ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ, എൻ്റെ കാർ കുറേ പഴയ കാറായി, അപ്പോൾ ഞാൻ കുറേ വർഷം ഉപയോഗിച്ചു, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് പൊളിക്കാൻ കൊടുത്തു, ഒഴിവാക്കി അല്ലെങ്കിൽ ഒഴിവാക്കിയെന്നെങ്കിൽ പറയാം. അത് ഞാൻ എന്ത് പറയുക, ഡിസ്പോസൽ. ഓക്കെ, അപ്പോൾ 1 2 3 8 നമ്മൾ പഠിച്ചു. സെയിൽ, ട്രാൻസ്ഫർ, ബാർട്ടർ, എക്സ്ചേഞ്ച്, ലൈസൻസ്, റെൻ്റൽ, ലീസ് ആൻഡ് ഡിസ്പോസൽ. ഈ എല്ലാം നമ്മൾ ഒറ്റയടിക്ക് പഠിച്ചു. ഓക്കെ, ഇത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത്. ഈ എക്സാമ്പിളൊക്കെ ഓർത്തിരിക്കുക. എന്താണ്, ഒന്ന് സെയിൽ എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ കയ്യിലുള്ള കാർ 10 ലക്ഷം രൂപയ്ക്ക് ഞാൻ മനോജിന് കൊടുക്കുന്നു, അതിനെ സെയിൽ എന്ന് പറയുന്നു. 2 ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ കയ്യിലുള്ള കാർ എൻ്റെ കസിന്, മനോജിനല്ല, എൻ്റെ കസിന് കൊടുക്കുന്നു. കസിന് കൊടുക്കുന്നെങ്കിൽ അതിനെന്ത് പറയുന്നത്, ട്രാൻസ്ഫർ എന്ന് പറയുന്നു. അവിടെ ഒരു 5 ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക, അപ്പോൾ അതിന് ട്രാൻസ്ഫർ എന്ന് പറയുന്നു. അടുത്ത് ബാർട്ടർ. ബാർട്ടർ എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ കയ്യിലുള്ള കാർ ഞാൻ മനോജിന് കൊടുക്കുന്നു, മനോജിൻ്റെ കയ്യിലുള്ള ഫോർച്യൂണർ ഞാൻ വാങ്ങിക്കുന്നു, എങ്കിൽ അതിനെന്താ, ബാർട്ടർ എന്ന് പറയുന്നു. അവിടെ ക്യാഷായിട്ടൊരു ട്രാൻസാക്ഷനും നടക്കുന്നില്ല. അടുത്ത് എക്സ്ചേഞ്ച്. എക്സ്ചേഞ്ച് പറഞ്ഞാൽ എന്താ, എൻ്റെ കയ്യിലുള്ള ഇന്നോവ കാർ ഞാൻ ടൊയോട്ടയുടെ ഷോറൂമിൽ കൊണ്ടുപോയിട്ട് അവർക്ക് കൊടുത്തിട്ട് പകരം ഒരു പുതിയ ഫോർച്യൂണർ എടുക്കുന്നു. അതാണ് എന്ത് പറയുന്നത്, എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് ലൈസൻസ് ആണ്. ലൈസൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു കാറ് യൂസ് ചെയ്യുന്നതിന് ഒരു ലൈസൻസ് കൊടുക്കുന്നു, അധികാരം കൊടുക്കുന്നു എന്നുള്ളതാണ്. ദെൻ റെൻ്റൽ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ഇന്നോവ കാർ ഞാൻ എന്ത് ചെയ്യുന്നു, 2000 രൂപ വാടകയ്ക്ക് ആൾക്കാർക്ക് കൊടുക്കുന്നു, അതാണ് റെൻ്റൽ. ദെൻ ലീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള കാറ് മനോജിന് ഞാൻ 2 വർഷത്തേക്ക് നീ ഉപയോഗിച്ചോ എന്ന് പറഞ്ഞ ഒരു കാലാവധി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആ
ഡ്യൂറേഷനിൽ അവന് യൂസ് ചെയ്തോട്ടെ, ഒരു യൂസ് ചെയ്തോട്ടെ പറഞ്ഞിട്ട് ഒരു പേയ്മെൻറ്റൊക്കെ ഞാൻ വാങ്ങിയിട്ട് എഗ്രിമെൻ്റൊക്കെ വെച്ചിട്ട് കൊടുക്കുന്നു. അതിനാണ് ഇത് പറയുക ലീസ് എന്ന് പറയുക. ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ ആ സാധനം നമ്മൾ വിറ്റ് ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ പൊളിച്ച് കളയാന്നൊക്കെ പറയില്ലേ, അപ്പോൾ അങ്ങനെ പൊളി മാർക്കറ്റിൽ കൊടുക്കുക എന്നൊക്കെ പറയില്ല, അപ്പോൾ അങ്ങനെ ഒഴിവാക്കുന്നു. അതിനാണ് എന്താ ഡിസ്പോസൽ എന്ന് പറയുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചു. ഇപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്, നമ്മൾ ആ സപ്ലൈയുടെ ഡെഫിനേഷൻ പഠിക്കുകയായിരുന്നു, അതിൻ്റെ ഇടയിലാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സപ്ലൈ എന്താണ് എളുപ്പത്തിൽ നോക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സപ്ലൈ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, all forms of supply of goods or services or both, such as sale, transfer, barter, exchange, license, rental, lease, disposal, made or agreed to be made for a consideration by a person in the course of other kinds of business. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സപ്ലൈ മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് കാര്യങ്ങളാണ് ഈ ഡെഫിനേഷനിൽ പറയുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്ത് ചെയ്യണം? ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈ ചെയ്യണം. എങ്ങനെയൊക്കെ ആവാം, അങ്ങനെ സപ്ലൈ ചെയ്യുന്നത് എങ്ങനെയൊക്കെ ആവാം? ഒന്നില്ലെങ്കിൽ സെയിലാവാം, ട്രാൻസ്ഫർ ആവാം, ബാർട്ടർ ആവാം, എക്സ്ചേഞ്ച് ആവാം, ലൈസൻസ് ആവാം, റെൻ്റൽ ആവാം, ലീസ് ആവാം, ഡിസ്പോസൽ ആവാം. ഇതിലേതും ആയിക്കോട്ടെ, അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ മാർഗത്തിലൂടെയൊക്കെ, ഈ സെയിലോ എക്സ്ചേഞ്ച് ഇങ്ങനെ പറഞ്ഞ ഈ മാർഗങ്ങളിലൂടെ നമ്മൾ സാധനമോ സേവനമോ സപ്ലൈ ചെയ്യുന്നെങ്കിൽ മെയ്ഡ് ഓർ എഗ്രി ടു ബി മെയ്ഡ് ഫോർ എ കൺസിഡറേഷൻ. മെയ്ഡ് ഫോർ എ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കൺസിഡറേഷൻ പറഞ്ഞാൽ എന്താ? ഒരു കൺസിഡറേഷൻ ഇൻ ഫോം ഓഫ് ക്യാഷ് ഓർ കൈൻഡ്, അതായത് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിലോ അവിടെ നമ്മൾ പൈസ വാങ്ങിയിട്ടുണ്ടാവണം, അത് കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം ആ ട്രാൻസാക്ഷനിൽ. ഇൻ ദി കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്, എന്താണ്? ബിസിനസ്സിൻ്റെ ഫർദറൻസിന് വേണ്ടിയിട്ട് കൂടിയാണ്. ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ ബിസിനസ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഈ എക്സാമ്പിൾ നമ്മൾ ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. ദെൻ ഇവിടെ നമ്മളിപ്പോൾ സെയിലായാലും ബാർട്ടറായാലും എക്സ്ചേഞ്ച് ആയാലും എന്ത് ചെയ്യുകയാണെങ്കിൽ കൂടി അവിടെ നമ്മൾ സാധനങ്ങൾ സേവനങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സപ്ലൈ ചെയ്യുന്ന സാധനങ്ങൾക്ക് ഒരു കൺസിഡറേഷൻ ചാർജ് ചെയ്തിട്ടുണ്ടാവണം. അതേപോലെ തന്നെ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സാധനങ്ങൾ സേവനങ്ങളും ഇതേപോലെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? ബിസിനസ്സിന് വേണ്ടിയിട്ട് കൂടിയായിരിക്കണം. ഫർദറൻസ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം. ബിസിനസ്സിന് വേണ്ടി ഇങ്ങനെ ആലോചിച്ചാൽ മതി. ബിസിനസ്സിന് വേണ്ടിയിട്ടായിരിക്കണം എന്ത് ചെയ്യണം? സപ്ലൈ ഗുഡ്സോ സർവീസസ് ചെയ്യുന്നത് ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, ഫോർ ദി ഫർദറൻസ് ഓഫ് ബിസിനസ്സിന് വേണ്ടിയിട്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിൻ്റ് നോക്കാം. ഇമ്പോർട്ട് സർവീസസ് ഫോർ എ കൺസിഡറേഷൻ വെദർ ഓർ നോട്ട് ഇൻ ദി കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ്. എന്താണ് രണ്ടാമത്തെ പോയിൻ്റ്? എന്താ പറയുക? ഇമ്പോർട്ട് ഓഫ് സർവീസസ്. ഇമ്പോർട്ട് പറഞ്ഞാൽ എന്താ? എക്സ്പോർട്ട്, ഇമ്പോർട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇറക്കുമതി എന്ന് പറയും. ഓക്കെ, എന്താണ് ഇമ്പോർട്ട് ഓഫ് വാട്ട്? എന്താണ്? ഇമ്പോർട്ട് ഓഫ് സർവീസസ് ആണ്. എന്താണ്? സർവീസാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവാം, എങ്ങനെയാണ് ഈ സർവീസ് ഇമ്പോർട്ട് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഇന്ത്യയിലുള്ളൊരു കമ്പനി, എ എന്ന് പറയുന്ന ഒരു കമ്പനി ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്, ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിലിപ്പോൾ മുംബൈ അല്ലെങ്കിൽ ബാംഗ്ലൂർ എവിടെ ആയിക്കോട്ടെ, ഏതെങ്കിലും ലൊക്കേഷൻ പറയുക, ഇന്ത്യയിലാണ്. ഓക്കെ, അപ്പോൾ അത് സോഫ്റ്റ്വെയർ കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കയിലുള്ളൊരു കമ്പനിയുടെ സഹായം തേടി. ബി എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയുടെ സഹായം തേടി എന്ന് വിചാരിക്കുക. ബി എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി ഈ എ എന്ന് പറഞ്ഞ കമ്പനി പറഞ്ഞ പ്രകാരമുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നു എങ്കിൽ അതെന്താണ്? ഒരു തരത്തിലുള്ള സർവീസാണ്. ഓക്കെ, അതിനാണെന്ത് പറയുക? ഇമ്പോർട്ട് ഓഫ് സർവീസസ്. ഇങ്ങനെയുള്ള സേവനങ്ങളെയാണെന്ന് പറയുക ഇമ്പോർട്ട് ഓഫ് സേവനങ്ങൾ. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യണം. അതെ, ഇന്ത്യയിൽ തന്നെയല്ല രണ്ട് കമ്പനി ഉള്ളത്, ഒന്ന് അമേരിക്കൻ കമ്പനിയാണ്, ഒന്ന് ഇന്ത്യൻ കമ്പനിയാണ്. അപ്പോൾ അമേരിക്കൻ കമ്പനിയുടെ സർവീസ് ഇന്ത്യൻ കമ്പനി വാങ്ങുകയാണ്. വാങ്ങുക പറയുമ്പോൾ എന്താ? ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ്? എന്താണ് ചെയ്യുന്നത്? സർവീസാണ്. ഓക്കെ, അങ്ങനെയുള്ള സേവനങ്ങൾ കമ്പനി ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ? ഫോർ എ കൺസിഡറേഷൻ. എന്താണ് കൺസിഡറേഷൻ എന്നുള്ള പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ? വെറുതെ അല്ല, ഫ്രീ ആയിട്ടല്ല. എന്താണ്? കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പോൾ എ എന്ന് പറയുന്ന കമ്പനി ബി എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയുടെ സർവീസ് വാങ്ങുന്നതിന് കൃത്യമായിട്ടുള്ള കൺസിഡറേഷൻ എന്ത് ചെയ്യണം? കൊടുത്തിട്ടുണ്ടാവണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ, സപ്ലൈ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുള്ളൂ. സപ്ലൈ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? GST ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ
ഇമ്പോർട്ട് ഓഫ് സർവീസസ് ചെയ്യുമ്പോൾ എന്ത് ഉണ്ടാവണം, അവിടെ കൺസിഡറേഷൻ ഉണ്ടാവണം. ഇനി അടുത്ത പോയിന്റ് എന്താ, വെദർ ഓർ നോട്ട് ഇൻ ദി കോഴ്സ് ഓഫ് അതർവൈസ് ഓഫ് ബിസിനസ്. അവിടെ എന്താവാം, ചിലപ്പോൾ അത് ബിസിനസ്സിന് വേണ്ടിയാവാം, അല്ലെങ്കിൽ എന്താ ബിസിനസ്സിന് വേണ്ടിയോ അല്ലെങ്കിലും കുഴപ്പമില്ല. ഫർദറൻസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന പോയിന്റ് അവിടെ റെലവൻ്റ് അല്ല. അവിടെ ഫർദറൻസ് ഓഫ് ബിസിനസ്സിന് വേണ്ടി അല്ലെങ്കിൽ കൂടി അവിടെ എന്താണ്, വിത്ത് എ കൺസിഡറേഷൻ ആയിരിക്കണം. ഈ സർവീസ് ഇമ്പോർട്ട് ചെയ്യുന്നത് എന്താണ്, വിത്ത് എ കൺസിഡറേഷൻ ആയിരിക്കണം. അതാണ് എന്ത് പറയുന്നത്, രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്. അതായത് മൂന്നാമത്തെ സി, സെക്ഷൻ 7 സബ്സെക്ഷൻ 1 സി എന്താ നോക്കാം. ദി ആക്ടിവിറ്റീസ് സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 1 മെയ്ഡ് ഓർ എഗ്രി ടു ബി മെയ്ഡ് വിത്തൗട്ട് എ കൺസിഡറേഷൻ. ഷെഡ്യൂൾ 1 കുറച്ച് ആക്ടിവിറ്റീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്, വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ കൂടി എന്താണ്, അത് സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ ആക്ടിവിറ്റീസ് എന്നുള്ളത് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യും, നമ്മൾ വഴിയെ അത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് വൺ, നമ്മൾ എന്താണ് സപ്ലൈ എന്നുള്ളത് മനസ്സിലാക്കണം. സപ്ലൈ ഉണ്ടെങ്കിൽ, സപ്ലൈ ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, GST ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് സപ്ലൈ ആണോ അല്ലേ എന്ന് മനസ്സിലാക്കുന്നത്. ഈ സപ്ലൈ ആണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെഫിനീഷൻ നമ്മൾ നോക്കിയത്. അതിൽ ഒന്നാമത്തെ ഡെഫിനീഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 7(1)A പ്രകാരമുള്ള ഡെഫിനീഷൻ എന്ന് പറയുന്നത് ആൾ ഫോംസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ത് ചെയ്യണം, സപ്ലൈ ചെയ്യണം. അത് ഏതൊക്കെ വഴിയിലാവാം, സെയിലാവാം, എക്സ്ചേഞ്ച് ആവാം, ബാർട്ടർ ആവാം, ലൈസൻസ് ആവാം, റെൻറ്റിലാവാം, ഏത് വേണമെങ്കിലും ആവാം. അതെന്താണ്, ടു ഫോർ എ കൺസിഡറേഷൻ. അവിടെ എന്താണ്, ഒരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, അത് എന്തുകൂടി ആവണം, ഫോർ ദി ഇൻ ദി കോഴ്സ് ഓഫ് ഫർദറൻസ് ഓഫ് ബിസിനസ് കൂടി ആവണം, ബിസിനസ്സിന് വേണ്ടി കൂടി ആവണം. അതെങ്കിൽ അതെന്താ, സപ്ലൈ ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്, ഇമ്പോർട്ട് ഓഫ് സർവീസസ്. എന്തെങ്കിലും നമ്മൾ ഒരു സർവീസസ് ഇമ്പോർട്ട് ചെയ്യുക പറഞ്ഞാൽ അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സാധനങ്ങൾ, സർവീസസ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇമ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കൺസിഡറേഷനോട് കൂടിയാണെങ്കിൽ അവിടെ ബിസിനസ്സിന് വേണ്ടിയോ അല്ലാതെ ആണെങ്കിൽ കൂടി അതെന്താണ്, സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നതാണ് പറഞ്ഞത്. മൂന്നാമത്തെ പോയിന്റ് എന്താണ്, ദി ആക്ടിവിറ്റീസ് സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 1 മെയ്ഡ് ഓർ എഗ്രി ടു ബി മെയ്ഡ് വിത്തൗട്ട് എ കൺസിഡറേഷൻ. ഷെഡ്യൂൾ 1 കുറച്ച് ആക്ടിവിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്താണ്, വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ കൂടി അതെന്താ, സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. വിത്തൗട്ട് കൺസിഡറേഷൻ ആണെങ്കിൽ കൂടി സപ്ലൈ ആയിട്ട് കണക്കാക്കുന്നതാണ് പറഞ്ഞത്. നമുക്കത് അതിലേക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാം കൂടി ഒരു മിക്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ഓർഡറിൽ പഠിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പഠിപ്പിക്കുന്നത് കേട്ടോ. ദെൻ അടുത്തത് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. GSTനെ നമ്മൾ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ, ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞ് രണ്ടായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കണം. നോക്കുക, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ, ബ്രാക്കറ്റ് കൊടുത്ത് നോക്കുക, സപ്ലൈ എന്നാണ് ഞാൻ ഇരിക്കുന്നത്, വിത്തിൻ ദി സ്റ്റേറ്റ് എന്നാണ് കേട്ടോ അവിടെ വേണ്ടത്. അതൊരു തിരുത്തുണ്ട്, അത് എൻ്റെയിലും വന്ന മിസ്റ്റേക്കാണ്. വിത്തിൻ ദി സ്റ്റേറ്റ് എന്നാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ, അത് മിസ്റ്റേക്ക് വന്നതാണ്. ഓക്കെ, അപ്പോൾ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ, ഒരു സംസ്ഥാനത്തിനുള്ളിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ. അവിടെ സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന ഒരു സംസ്ഥാനത്തിനുള്ളിലാണെങ്കിൽ അതിനെന്ത് പറയുന്നു, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നു. ഇപ്പോൾ പാലക്കാട് എന്താ പറയുക, ഷോപ്പുള്ള ഒരാൾ, ഓക്കെ, പാലക്കാട് ഉള്ളൊരു കച്ചവടക്കാരൻ കൊച്ചിയിലെ ഒരു കച്ചവടക്കാരന് സാധനങ്ങൾ വിൽക്കുന്നു. ഓക്കെ, ഇവിടുത്തെ പാലക്കാട് നിന്നുള്ള സാധനങ്ങൾ കൊച്ചിയിലേക്ക് വിൽക്കുന്നു എങ്കിൽ അതെന്താണ്, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണ്. ഓക്കെ, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. അപ്പോൾ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ വരുമ്പോൾ എന്താണ്, അവിടെ CGSTയും STST എന്ന് പറയുന്ന 2 ടാക്സാണ് അവിടെ ചാർജ് ചെയ്യപ്പെടുക. എന്താ CGST എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, STST എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഓക്കെ, ഇതാണ് CGST STST എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സംസ്ഥാനത്തിനുള്ളിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരു യൂണിയൻ ടെറിട്ടറിക്ക് ഉള്ളിൽ നടക്കുന്ന ട്രാൻസാക്ഷനെയാണ് എന്ത് പറയുക, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ നമ്മൾ സിമ്പിളായിട്ട് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്കൊരു സാധനം വാങ്ങി വിചാരിക്കാം. അത് ഞാൻ എൻ്റെ വീട്ടിലുള്ള എൻ്റെ അച്ഛനും അമ്മയും അനിയനും ഒക്കെ അങ്ങനെയാണ് ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് കൊടുത്തു വിചാരിക്കാം. അപ്പോൾ അതെന്താണ്, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണ്. ഓക്കെ, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആകുമ്പോൾ എങ്ങനെയാണ്, എൻ്റെ വീട്ടിനുള്ളിൽ, അതായത് എൻ്റെ യൂണിയൻ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ മതിലിന് ചുറ്റും എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം, അതാണ് എൻ്റെ യൂണിയൻ ടെറിട്ടറി. ഓക്കെ, അതിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ അതൊരു സ്റ്റേറ്റായിട്ട് കണക്കാക്കി കഴിഞ്ഞാലും
അതിനുള്ളിൽ തന്നെ എൻ്റെ വീടിൻ്റെ പരിധിക്കുള്ളിൽ തന്നെയാണ് ഞാൻ എന്ത് ചെയ്തത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ഓക്കെ, ഇത് നമുക്ക് എക്സാമ്പിൾ, ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്, പറഞ്ഞാൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുള്ള ആൾക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ അതെന്താണ്, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണ്. സോറി, ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോവാണ്, സോറി. അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, അത് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണ്. നേരെ മറിച്ച് നോക്കുക, ഞാൻ കുറച്ച് സ്വീറ്റ്സ് വാങ്ങി, അത് ഞാൻ എൻ്റെ വീട്ടിലും കുറച്ച് കൊടുത്തു, അത് ഞാൻ പിന്നെ എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലും കൊടുത്തു വിചാരിക്കും, എൻ്റെ നെയ്ബർക്കും കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അതെന്താവും, ഇൻ്റർ സ്റ്റേറ്റ് ആവും. എന്താണ്, അതായത് എൻ്റെ വീട്ടിലല്ല, എൻ്റെ യൂണിയൻ ടെറിട്ടറിക്ക് ഉള്ളിലല്ല ഞാൻ കൊടുത്തിരിക്കുന്നത്, മറിച്ച് എന്താണ്, അപ്പുറത്തെ വീട്ടിൽ, എൻ്റെ വീടിൻ്റെ മതിലിൻ്റെ അപ്പുറത്തെ വീട്ടിൽ ഞാൻ എന്ത് ചെയ്തു, കൊടുത്തു. അപ്പോൾ 2 സ്ഥലമായി അല്ലേ, 2 സ്ഥലങ്ങളായി. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്താണ്, അത് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആയി മാറുന്നു. ഓക്കെ, ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കേരളത്തിലുള്ളൊരു കച്ചവടക്കാരൻ, ഇപ്പോൾ പാലക്കാടുള്ളൊരു കച്ചവടക്കാരൻ തമിഴ്നാടുള്ള കച്ചവടക്കാരൻ അല്ലെങ്കിൽ കോയമ്പത്തൂരുള്ള ഒരു കച്ചവടക്കാരന് സാധനങ്ങൾ വിൽക്കുന്നു, എന്തെങ്കിലും സാധനങ്ങൾ ആയിക്കോട്ടെ, എന്തോ വിൽക്കുന്നു. അങ്ങനെ വിൽക്കുകയാണെങ്കിൽ എന്താണ്, അവിടെ അത് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആണ്. അവിടെ ഏത് ടാക്സാണ് വരിക, CGST IGST അല്ല വരിക, CGST SGST അല്ല വരിക, നേരെ മറിച്ച് IGST എന്ന് പറയുന്ന ടാക്സാണ് വരിക. IGST പറഞ്ഞാൽ എന്താ, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് കേട്ടോ. അപ്പോൾ അതാണ് വരിക. അപ്പോൾ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആകുമ്പോൾ എന്താണ്, IGST ടാക്സബിൾ ആവും. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആകുമ്പോൾ SGST അല്ലെങ്കിൽ CGST, ഈ 2 ടാക്സബിൾ ആവുക എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. വിത്തിൻ ദ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ആണെങ്കിൽ അതെന്താണ്, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണ്. വിത്തിൻ ദി ബൗണ്ടറീസ് ഓഫ് സ്റ്റേറ്റ്, അതായത് ഒരു സ്റ്റേറ്റിന് അപ്പുറത്ത്, അതായത് ഒരു സംസ്ഥാനത്തിന് അപ്പുറത്ത് 2 സംസ്ഥാനങ്ങൾ കൂടിയോ അങ്ങനെ എന്തെങ്കിലുമുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ, അല്ല ഇനി വേറെ രാജ്യങ്ങൾ കൂടിയുള്ളതാണെങ്കിൽ കൂടി അവിടെ എന്താണ് വരിക, IGST അഥവാ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ എന്നാണ് അതിന് പറയുക. അവിടെ IGST ആണ് വരിക. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമുക്കിതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടും കൂടി പഠിക്കാം, അതും കൂടി പറയാം. ഇവിടെ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ വന്നിട്ട് ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഇപ്പോൾ 5.2 എന്ന് പറയുന്ന പേജിലാണ് കാണുന്നത്. അതിൽ തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, 2 കോളായിട്ട് അടിയിൽ നോക്കുക. ഈ കോളത്തിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കുക, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്താണ്, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് നോക്കുക. സപ്ലൈ ഗുഡ്സ് വിത്തിൻ ദി സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. എന്താണ്, ഒരു സ്റ്റേറ്റിനോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിക്കോ ഉള്ളിൽ നിന്നുകൊണ്ട് സാധനങ്ങൾ കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ, സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതാണ് എന്ത്, ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ. രണ്ടാമത്തെ പോയിൻ്റ് എന്താ കൊടുത്തിരിക്കുന്നത്, ഇൻട്രാ സ്റ്റേറ്റിൽ സപ്ലൈ ഓഫ് സർവീസസ് വിത്തിൻ ദി സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. ഇനി നേരത്തെ സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ് പറഞ്ഞത്, ഇപ്പോൾ എന്താ, സപ്ലൈ സർവീസസ്. ഗുഡ്സോ സർവീസസ് ആയിക്കോട്ടെ, സർവീസ് എന്ത് ചെയ്യുന്നു, ഒരു സംസ്ഥാനത്തിനകത്ത് നിന്നോ അല്ലെങ്കിൽ ഒരു യൂണിയൻ ടെറിട്ടറിക്ക് അകത്ത് നിന്നുകൊണ്ടോ സപ്ലൈ ചെയ്യുന്നെങ്കിൽ അതിന് എന്ത് പറയുന്നു, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നു. അപ്പോൾ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ 2 പോയിൻ്റ് ഓർത്തിരിക്കുക. സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിക്കോട്ടെ, സപ്ലൈ ഓഫ് സർവീസസ് ആയിക്കോട്ടെ, അത് 2 നമ്മൾ ഒരു സംസ്ഥാനത്തിനോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറിക്കോ ഉള്ളിൽ നിന്നാണ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിനെ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നു. നേരെ മറിച്ച് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ, ഫസ്റ്റ് പോയിന്റ്, സപ്ലൈ ഗുഡ്സ് ഫ്രം 1 സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ഓർ അതർ സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി. അതാണ് ഒരു സംസ്ഥാനവും മറ്റൊരു സംസ്ഥാനവും തമ്മിൽ എന്ത് ചെയ്യുന്നത്, സാധനങ്ങൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആണ്. ഓക്കെ, അതേപോലെ തന്നെ സപ്ലൈ ഓഫ് സർവീസസ് ഫ്രം 1 സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ടു അതർ സ്റ്റേറ്റ്, അതെന്താണ്, അതായത് സർവീസാണ് അവിടെ. അത് ഒരു സംസ്ഥാനവും അല്ലെങ്കിൽ ഒരു യൂണിയൻ ടെറിട്ടറി മറ്റൊരു യൂണിയൻ ടെറിട്ടറിയുമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനമായിട്ട് സർവീസസ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആണ്. ഓക്കെ, ഈ കോളാണ് പറയുന്നത് കേട്ടോ. അതിൽ ഇനി 3ാമത്തെ പോയിന്റ്, ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ടിൽ ദേ ക്രോസ് കസ്റ്റം ഫ്രോണ്ടിയർ. എന്താണ്, ഗുഡ്സ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക പറഞ്ഞാൽ എന്താ, ഇറക്കുമതി ചെയ്യാണ്, വേറെ രാജ്യത്ത് നിന്ന് ഇറക്കുമതി ചെയ്യാണ്. ടിൽ ദേ ക്രോസ് കസ്റ്റം ഫ്രോണ്ടിയർ എന്ന് പറയുന്നത്. കസ്റ്റം ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞാൽ കസ്റ്റംസിന്, അതായത് അങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കസ്റ്റം ഡ്യൂട്ടി വരും. ഈ കസ്റ്റം ഡ്യൂട്ടി എങ്ങനെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കസ്റ്റംസിൽ പഠിക്കുമെങ്കിലും ജസ്റ്റ് ഒരു ഇതിൽ പറയാം. അതായത് ഇപ്പോൾ നമ്മൾ കടൽ വഴിയാണ്, ഇപ്പോൾ കപ്പൽ വഴിയാണ്, ഷിപ്പ് വഴിയാണ് സാധനങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ ഷിപ്പിൽ ഈ കടലിന് ഒരു ടെറിട്ടറി ഉണ്ടാവും, ഇത്ര നോട്ടിക്കൽ മൈൽസ് എന്ന് പറഞ്ഞിട്ട്. ആ ടെറിട്ടറിക്ക് ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഇന്ത്യയിൽ ടാക്സ് നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് പറയുന്നത്, ടിൽ ദേ ക്ലോസ് കസ്റ്റം ഫ്രോണ്ടിയർ, അതായത് കസ്റ്റംസിൻ്റെ ഫ്രോണ്ടിയർ
ഫ്രോണ്ടിയർ ക്ലോസ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതെന്താണ് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആവുന്നു. അടുത്തതെന്താ ഇമ്പോർട്ട് ഓഫ് സർവീസസ്, എന്തെങ്കിലും സർവീസസ് ഇമ്പോർട്ട് ചെയ്താലും അതെന്താണ് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആവുന്നു. ദെൻ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇനി നേരെ മറിച്ച് നമ്മൾ ഇമ്പോർട്ടല്ലേ ചെയ്യുന്നത്, എക്സ്പോർട്ട് ചെയ്യുക, നമ്മുടെ രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തേക്ക് കയറ്റി അയക്കുകയാണ് വിചാരിക്കുക, സാധനങ്ങളോ സേവനങ്ങളോ കയറ്റി അയക്കുക വിചാരിക്കുക, അതെന്താണ് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആണ്. ദെൻ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓഫ് സർവീസസ്, എന്ത് ചെയ്യാണ് ഗുഡ്സ് ഓഫ് സർവീസസ് എക്സ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഗുഡ്സ് ഓഫ് സർവീസസ് നമ്മുടെ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് എന്താണ് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആണ്. ദെൻ അടുത്ത പോയിന്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓഫ് സർവീസസ് ടു സ്പെഷ്യൽ എക്കണോമിക് സോൺ. സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യയിൽ കുറച്ച് സ്ഥലങ്ങളെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അവിടേക്ക് നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതെന്താണ് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആണ്. ദെൻ അടുത്തത് എന്താണ് ഇനി അത് സപ്ലൈ ഇൻ ദി ടാക്സബിൾ ടെറിട്ടറി വിത്ത് നോട്ട് ഇൻ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ, അതായത് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ അല്ലാത്ത മറ്റുള്ള എല്ലാ സപ്ലൈസും അതിനും എന്ത് പറയുന്നു ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇൻ്റർ സ്റ്റേറ്റും ഇൻട്രാ സ്റ്റേറ്റുമായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് നമ്മൾ സപ്ലൈ എന്താണെന്ന് പഠിച്ചു, സപ്ലൈയിൽ ഇൻഗ്രീഡിയൻസ് പഠിച്ചു, നമ്മൾ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ എന്താ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്താണെന്ന് പഠിച്ചു. ഇതൊക്കെ നമുക്ക് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഷെഡ്യൂൾ 1 പാർട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് എക്സാമ്പിളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഒരു വീഡിയോ തന്നെ എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചിട്ട് നമുക്ക് ഒരുപാട് ലോങ് വീഡിയോ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ തന്നെ ഒരുപാട് ടൈമായി, ഇത് വീഡിയോ കൂടുതൽ ലെങ്തായി. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോസിൽ ഇനി അടുത്ത ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ് ലാഗായി എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻ്റ് ഇടുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സുകൾ ഒന്നും കൂടി നല്ല സ്പീഡപ്പ് ചെയ്തിട്ട് വേണ്ട പോയിൻറ്റ്സ് മാത്രം പറഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഇടുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.